പറഞ്ഞാന്ന് ഇങ്ങോട്ടൊന്ന് വിളിക്കണ്ടെന്ന്. അല്ല ഞാൻ പറഞ്ഞാന്നോ? അപ്പൊ നിങ്ങൾക്ക് ഒരേ ഒരു നിർബന്ധം. എന്താ നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലയോ? എങ്ങോട്ട് പോയി? നിങ്ങൾ വിചാരിക്കും ഞാൻ ഹെഡ്സെറ്റ് കാര്യം പറഞ്ഞോണ്ട് വന്നല്ല. എന്റെ കൂടെ ഒരാളുണ്ടായിരുന്നിട്ട് കെട്ടിയത് എങ്ങോട്ട് പോയി? പുരുഷേട്ടോ എന്തോ കാണിക്കുന്ന നിങ്ങൾ കേറി വാ ഇങ്ങോട്ട്. എടി നീ നടക്കുന്ന പോലെ സ്പീഡിൽ എനിക്ക് നടക്കാൻ പറ്റുമോടി? അയ്യോ പറച്ചിലേട്ടത്തൊന്നും മുട്ടുവേദന കാരണം നടക്കാൻ പറ്റാത്ത നല്ല ആ മുണ്ട് കാരണം നടക്കാൻ പറ്റാത്ത ഒന്നിങ്ങോട്ട് വാ മനുഷ്യ ഒന്ന്. ഇതെന്തോ കാണിക്കുവോ? ഇത് നല്ല വൃത്തി അതൊന്നും ഇടാതൊന്ന്. എടി ഈ മുണ്ട ചവിട്ടി ഇങ്ങനെ നടക്കുമ്പോഴേ ഈ കടൽ മണ്ണിൽ കൂടെ നടക്കുന്ന ഒരു എഫക്ട് ആണോ? തേര വന്ന് അടിക്കുന്നതിന് മുമ്പ് അതൊന്ന് മടക്കി ഒന്ന് കുത്താം. വെറുതെ എന്തിനാ ഈ അസ്തമയ നാട്ടുകാരെ കാണിക്കുന്നത്? നേരമില്ലാത്ത നേരത്തെ വല്ല കാര്യമുണ്ടോ ഇതിന്? എന്തോടി ഇപ്പോഴത്തെ വിഷയം? ചേട്ടാ നേരമില്ലാത്ത നേരത്തെ നമുക്ക് ഈ അമ്മാവനെ വന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഫോണിൽ കൂടെ ഹൗസ് വാമിംഗ് ആന്ന് പറഞ്ഞാ പോരായിരുന്നോ? എടി ഫോൺ വിളിച്ചിട്ട് അമ്മാവനെ കിട്ടിയില്ലല്ലോ, അതല്ലേ നമ്മൾ നേരിട്ട് വന്നത്. കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെന്ന് വിചാരിക്കണമായിരുന്നു. അയ്യോ അങ്ങനെ പറ്റുമോ? അമ്മ എന്തുവാ പറഞ്ഞേക്കുന്നത്? അമ്മയുടെ ഒരേ ഒരു ആങ്ങളെയാണ് ദാമോദരൻ അമ്മാവൻ. നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ അമ്മാവനോട് വേണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. അമ്മാവനെ കൊണ്ടുചെന്നില്ലെങ്കിൽ അമ്മ തോർത്ത് വിരിച്ചിട്ട് നാട്ടുകാരെല്ലാം കൂടെ കൂടുമ്പോ റോഡിൽ കിടക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. കിടക്കുന്നു അങ്ങ് വിചാരിക്കണമായിരുന്നു. എത്ര ആൾക്കാർ തോർത്ത് വിരിച്ച് അവിടെ ഇവിടെ കിടക്കുന്നു പറയുന്നു കേട്ടോ. എന്റെ അമ്മ അങ്ങനല്ല അങ്ങനെ. അത് നിന്റെ അച്ഛൻ. എന്റെ അച്ഛൻ ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അതിനെങ്കിലും ഒന്ന് ഇറങ്ങി പാമ്പറടി അയാളോട്ട്. ചുമ്മാ വീടിന്റെ മൂലക്കിരിക്കുക വേട്ടാവളിയൻ കൂട് വെക്കുന്നു നോക്കി കുറ്റവും പറഞ്ഞിട്ട് എന്നാ അതിന് ഇച്ചിരി ചെളി കുഴച്ച് അതിനെ സഹായിക്കും. അതുമില്ല. അച്ഛൻ അതിന് കാര്യമില്ല. എന്റെ അച്ഛനെ പറഞ്ഞോണ്ട് നിന്റെ അച്ഛനെ പറഞ്ഞ് എന്തോ ചെടി? അച്ഛനല്ല എന്റെ കുടുംബക്കാരെ മൊത്തം പറയോടി ഞാൻ. വാ തുറക്കാൻ പറ്റത്തില്ല. ഉടനെ കള്ളക്കരച്ചിലൊന്നും അല്ല, നല്ല പളുങ്ക് പോലത്തെ കരച്ചിലായത്. നല്ല കരച്ചില. കണ്ണീരെന്തിയടി? കണ്ണീരെന്തി? അതെ വെള്ളം വീണ മൈക്ക് കേടാവും പറഞ്ഞു. അതുകൊണ്ടാ. ഇതേ ആപ്പൂപ്പ സാധനമൊന്നുമല്ല, നല്ല വില കൂടിയ സാധനം. പങ്കര വരെ അതിന്. അല്ലെങ്കിൽ തന്നെ നിനക്കെന്തിനാടി മൈക്ക്? നീ വാ തുറന്നാ വയനാട്ടിൽ കേൾക്കുമെന്നാ നാട്ടുകാർ പറയും. ആണോ? അതെന്റെ മിടുക്ക. ഒന്ന് ഒഴിഞ്ഞു കൊടുക്കണേ, അല്ലെ ആ മിടുക്ക് വന്ന് ഇടിക്കും നിങ്ങളെ. വന്ന കാര്യം എന്തുവാ? വിളി അങ്ങോട്ട്. പറഞ്ഞല്ലേ മാവോ മാവോ മാവോ. ഒറ്റ ഏറ് തരും പൂച്ച പെരക്കകത്ത് കയറി കിടന്ന മാവോ മാവോ അരയ്ക്കാൻ വേണ്ടി. അയ്യോ പൂച്ചയല്ല അമ്മാവാ, പൂച്ചാക്കലിന്ന് രക്തമണിയും ഭർത്താവുവാ. രക്തമണിയേ എന്തോ ഇതേതാണ് ഈ മെഴുക് പ്രതിമ? അയ്യോ അത് പ്രതിമയല്ലേ അമ്മാവ, ഞാൻ പുരുഷനാ. ഇത് ഞാൻ മിസ് കേരളയാണ്. കേരളയല്ല, മിസ്റ്റർ ഇന്ത്യ. ഉടുപ്പിടാതെ വന്നേക്കുക പെണ്ണുങ്ങളിടയ്ക്ക്. ഉടുപ്പിന്റെ കാശ് ലാഭിക്കാനാണോ ഈ മേളിൽ കയറ്റി മുണ്ടുടുത്തേക്കുന്നേ? ബെൽബോട്ടന്മാരുടെ തലയിൽ ഇട്ടോണ്ട് വന്നോനെ. വെൽബോട്ടന്മാരുടെ തലയിലോ? ഇതിന്റെ കാല് തന്നെ ഇവിടുന്ന് കാണുന്നു. ഇത് വെൽബോട്ടന്മാരാണോ? ഇതെന്റെ തകൃതി. കൃതാവെന്നാ ഉദ്ദേശിച്ചത്. അത് തന്നെ. ഇതൊക്കെ ഫാഷനാ, ഫാഷൻ. ഉമ്മക്കരിയിട്ട് പല്ല് തേച്ചിട്ട് മുഖം കരുതാതെ വന്നേക്കാ ഫാഷൻ. അല്ലെന്ന് രാവിലെ പണിയെടുത്തോണ്ടൊക്കെ കളിയാക്കും. അല്ല എത്ര നേരമായിട്ട് അമ്മാവനെ ഈ വാതൊക്കെ വന്ന് വിളിക്കുന്നത്? എവിടെ ആയിരുന്നു? എവിടെ നിൽക്കുമായിരുന്നു? ഞാൻ അടുക്കള പിന്നാമ്പുറത്ത് നിൽക്കുമായിരുന്നു. അടുക്കള പിന്നാമ്പുറത്ത് നിൽക്കാൻ അമ്മാവനെന്തോ കറിവേപ്പോ? അല്ല അടുക്കളപ്പുറത്ത് കൊടുക്കുമായിരുന്നു പറഞ്ഞു. ഞാനവിടെ അടയുടെ തുണി ഇട്ടേക്കുമായിരുന്നു, അത് എടുക്കുമായിരുന്നു അങ്ങോട്ട്. എന്നിട്ട് തുണിയൊന്നും കൈ കാണാനില്ലല്ലോ. അല്ല ഞാനല്ലേ എടുക്കുന്നേ, അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന രമണി അഴയുന്ന തുണി എടുക്കുമായിരുന്നു. അത് ശരി. അപ്പൊ രമണിക്ക് തുണി പറക്കി കൊടുക്കുമായിരുന്നില്ലയോ? ഞാൻ രമണിയുടെ അഴയുടെ അടുത്ത് പോലും പോകത്തില്ല. എനിക്ക് അബദ്ധം പറ്റിയെടുക്കാം. ഈ രമണിയുടെ അഴയെന്ന് പറഞ്ഞാൽ കമ്പി വലിച്ച് നീട്ടി കെട്ടിയേക്കുതാ. അതേ ഇത് ചുരിദാർ കിടന്ന് അനങ്ങുന്ന കണ്ടിട്ട് ഞാൻ ഇങ്ങനെ എത്തി നോക്കിയതാ. രമണി ചുരിദാർ ഒറ്റ വലി അഴ വന്നെ ഒറ്റ അടി. ഞാൻ അയർക്കുന്നത്ത് ഒറ്റ വീഴ്ചയും. പിന്നെ അവിടെ തോമലക്കുട്ടിയുടെ വീട്ടിൽ 2 ദിവസം നിന്നിട്ടാണ് ഞാൻ വന്നത്. അത് കൊള്ളാം. എന്തുവായാലും ഞങ്ങള് മാറി മാറി വിളിക്കും, അമ്മാവനെ എടുത്തില്ലല്ലോ. ഓ മാറി മാറി നെഞ്ചത്തടിച്ച് വിളിക്കുക എന്നെ എടുക്കാൻ വേണ്ടി. അയ്യോ അതന്നെ ഞങ്ങള് ഫോൺ വിളിച്ചു. അമ്മാവനത്തെ ഫോൺ എടുക്കാഞ്ഞത്? ഞാനിപ്പോ പറഞ്ഞില്ലയോ, ഓർക്കാപ്പുറത്തല്ലേ ഞാൻ അയർക്കുന്നത്ത് പോയത്. അപ്പൊ മൊബൈൽ കൊണ്ടുപോകാൻ പറ്റൂ, അഴയടിച്ച് പോയതല്ലേ ഞാൻ. പിന്നെ 2-3 ദിവസം മോന്റെ വീട്ടിൽ അങ്ങ് നിക്കാൻ വയ്യായിരുന്നോ? അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്കിവിടെ കൃഷിയൊക്കെ ഉണ്ട്, അതെല്ലാം നശിച്ചു പോകും. ഞാൻ ഈ വീട് മാറിക്കിടന്ന ഉറക്കം വരത്തില്ല. അപ്പൊ വീട് മാറി പോകുമ്പോ ഉറക്കത്തെ കൂടെ കൊണ്ടുപോകണം. ഗൾഫിൽ നിന്റെ കൂട്ടത്തിൽ മലയാളികളൊക്കെ കേട്ടോ പഠിക്കുക? അല്ലല്ലോ, ശ്രീലങ്കക്കാരും ഫിലിപ്പിനികളൊക്കെ. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഈ സാധനം അവർ കേട്ട് കണ്ടി നിന്നെ മോത്തെ അടിച്ച് പറിക്കുന്നത്. കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ട്. എത്ര നാളെന്നും പറഞ്ഞ അമ്മാവേ ഒറ്റയ്ക്കുള്ള തീറ്റയും കൂടിയൊക്കെ മോനോട് പറഞ്ഞ ഒരു സഹായം നിർത്തി തരത്തില്ലയോ? മണിക്കൂട്ടനെ എടാ അവനാ നീ 80 വയസ്സുള്ള എന്നെ നോക്കാൻ വേണ്ടി 60 വയസ്സുള്ള ഒരു പെണ്ണുമ്പിള്ള ഇവിടെ കൊണ്ട് നിർത്തി. ഞാൻ അവളെ അങ്ങ് പറഞ്ഞു വിട്ടു. അച്ഛനോട് അത്രയും സ്നേഹമുണ്ട് മോൻ, അത് അങ്ങനെ ചെയ്തത്. അത്ര സ്നേഹമുള്ളവനാണെങ്കിൽ 30 വയസ്സുള്ള 2 കൊണ്ടുവിടണമായിരുന്നു. പക്ഷെ 80 വയസ്സായിട്ട് അമ്മാന്റെ ദേഹം നോക്കടി ഒരു
ചുളിവ് പോലും ഇല്ല. ആര് പറഞ്ഞു ചുളിവില്ലെന്ന്? ഇതൊക്കെ അല്ലേ ട്രിക്ക് അല്ലയോ? ട്രിക്ക് ഞാൻ ഈ നെറ്റിയിലെ തൊലി പിടിച്ച് വലിച്ച് അണ്ടർകാറിന്റെ വള്ളിയെ കെട്ടിയിട്ടേക്കുവാ. അരങ്ങാളം പൊട്ടിപ്പോയാ പിന്നെ നിങ്ങൾ എന്നെ കാണണം. പൊട്ടി വീണ പാർഷൂട്ട് പോലിരിക്കുവാ. ഞാൻ മടക്കി എടുക്കാം. പോയി പിള്ളേർ ഇരിക്കാൻ മതി. ഇരിക്കാൻ എവിടെ ഇരിക്കും? ഈ സൈഡിലിരിക്കും. നിങ്ങൾ അതുകൊണ്ട് ഇതിലെ മുടങ്ങാനിരിക്കും. ഇരിക്കടിയുള്ള സ്ഥലത്ത്. ഇത് ബ്രഹ്മാവിന്റെ സിംഹാസനമല്ല, എന്റെ കസേരയാ. ഞങ്ങളെ അല്ലൊരു കാര്യം ചെയ്യും. ചേട്ടൻ അങ്ങോട്ട് പറഞ്ഞ. നീ അങ്ങ് പറടി. ചേട്ടൻ പറ. നീ പറ. ചേട്ടൻ നീ പറടി. ചേട്ടൻ പറ. നീ പറയാൻ. ചേട്ടൻ അങ്ങോട്ട് പറ. എന്നാ ഞാൻ പറയാം. മാവു, ഞങ്ങൾ ഇങ്ങോട്ട് വന്ന എന്തിനാണെന്നറിയാമോ? എന്നെ ഞെരിച്ചു കൊല്ലാനാണോ? അതെ, ഞങ്ങള് അടിപൊളി ഒരു വീട് വെച്ചു. അപ്പൊ 25-ാം തീയതിയാണ് പാലുകീച്ച് അമ്മാവൻ വന്ന് കൂച്ചണം. ഇവൻ എന്തോ വെച്ചിരിക്കുന്നത്? അതായത് 25-ാം തീയതി ഞങ്ങളുടെ പാലുകാച്ച അമ്മാവൻ വന്ന് സഹകരിക്കണമെന്നാ ചേട്ടൻ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ചെറിയ വീടായിരിക്കും ഒരു തിണ്ണയൊക്കെ ഉള്ള. ചെറുതൊന്നുമല്ല അമ്മാവ, ചെറുതൊന്നുമല്ല. 2 മുറി കാണും, ഒരു ചാർത്തും കാണും. 2 മുറിയോ? അമ്മാവൻ വന്ന് നോക്ക്. 8 മുറിയും 2 ഹോളും. 8 മുറിയാകുമ്പം 16 ഹോള് വേണം, അല്ലെ കാറ്റ് കയറത്തില്ലല്ലോ. ഹോളെന്നല്ല പറഞ്ഞത്, ഹാള്. ആൾക്കാർ കയറി വരുമ്പോഴേ 2 ഹാള്. അത് മാത്രമോ? നല്ല ഒന്നാന്തരം 2 അടുക്കളയാ ഉണ്ടാക്കി ഇട്ടേക്കുന്നത്. എത്ര അടുക്കള ഉണ്ടായാലും എന്താ, നീ വെക്കുന്നതൊക്കെ വായിക്കാത്ത വെച്ച് തിന്നാൻ കൊള്ളാവോ? അതെന്തൊരു വർത്തമാനം അമ്മാവൻ പറഞ്ഞത്. പണ്ട് അമ്മാവൻ വീട്ടിൽ വന്ന് നിൽക്കുമ്പോ ഞാൻ മരച്ചീനി എന്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഈ മരച്ചീനി കൊണ്ട് വെറൈറ്റി ഉണ്ടാക്കി തന്നിട്ട് ഞാൻ 1 മാസം വയറുവേദന എടുത്ത് വീട്ടിൽ ഇരിക്കുമായിരുന്നു. എന്നിട്ട് ആശുപത്രിയിൽ സ്കാൻ ചെയ്ത് നോക്കിയപ്പോ എന്തോ അതിന്റെ വാറിനകത്തൊരു മരച്ചീനി കിളിച്ച് വരുന്നു. വേവാത്ത സാധനം ഉണ്ടാക്കി തന്നു. ആ മരച്ചീനി എങ്ങനെ വന്ന് എന്റെ ബുക്കിനകത്തോട് വെളിയിൽ ചാടിയ മരക്കിഴങ്ങം പോകുന്ന ആൾക്കാരെല്ലാം വിളിക്കത്തില്ലായിരുന്നോടി. അതെ, നമ്മൾ ഈ വീട് വെക്കുന്നതൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കൽ പ്രാവശ്യം നടക്കുന്ന സംഭവമല്ലേ. അതുകൊണ്ട് പൈസ ഒന്നും നോക്കിയില്ല. മതിലേ വരെ ഞാൻ മലബാർ ഇട്ടേക്കുവാ. മാർബിൾ. പിന്നെ അതിന്റെ ഫ്രണ്ടിലെ ഡോർ ഉണ്ടല്ലോ, മണിച്ചത്താഴാ വെച്ചേക്കുന്നത്. കാരണം ഈ നാഗവല്ലിക്ക് താമസിക്കാനില്ല എന്നാ. എന്തോ അമ്മാവൻ പറഞ്ഞത്? എന്തോ അമ്മാവൻ പറഞ്ഞത്? എത്ര ധൈര്യം ഉണ്ടായിട്ട് അമ്മാവൻ എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞത്? ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പറ. ഇത് ഞാൻ കേൾക്കണോടാ, ഇത് ഞാൻ കേൾക്കണം. ഞാനില്ലേ കുന്നായി വർത്താനം പറഞ്ഞത്. അപ്പൊ എന്തായാലും അമ്മാവൻ ഒരു 2 ദിവസം മുമ്പ് വരണം. പാലുകാച്ചിനൊക്കെ സഹകരിക്കണം. ഒരാഴ്ച ഞങ്ങളുടെ കൂടെ അവിടെ താമസിക്കണം. ഇതൊക്കെ അല്ലേ നിന്നോടൊക്കെ നേരത്തെ പറഞ്ഞു. എനിക്ക് വരാൻ പറ്റത്തില്ല, ഇവിടെ കൃഷിയൊക്കെ ഉണ്ട്. ഞാൻ വന്നില്ലേ പാല് തളച്ച് തൂവത്തില്ല അവിടെ. അല്ല, അമ്മ പറഞ്ഞേക്കുന്ന അമ്മാവനെ കൊണ്ട് ചെല്ലണോ? അല്ല, അമ്മയ്ക്ക് വിഷമമാവും. അവളോട് പറയണം ഞാൻ വരാൻ പറ്റത്തില്ല, ഇവിടെ കൃഷി കാര്യങ്ങളുണ്ട്. നീയൊക്കെ പോന്നെ പോയി ഇവിടുന്ന്. ചുമ്മാ എന്നെ ശല്യപ്പെടുത്താൻ വന്നേക്ക് വാങ്ങിട്ട്. നല്ല കാര്യം ഉണ്ടായിരുന്നു, നല്ല കാര്യം ഉണ്ടായിരുന്നു. അമ്മേന്റെ എന്തോ സമ്മാനം പറയും. സുഭദ്രാന്റി, വന്നോ? അയ്യോ, പത്തനംതിട്ട ഇറങ്ങിയോ? ഒരു കാര്യം ചെയ്യാം, മൈലപ്പുറം ബസ്സിന് കയറാം. മൈലപ്പുറം ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഓട്ടോക്കാട് പറഞ്ഞാൽ മതി. പുരുഷന്റെ വീട്ടിൽ വിടാം, വിടുവര് കേട്ടോ. എന്തായാലും ആദ്യം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഇവിടെ രാമോനമ്മാനെ വിളിക്കാൻ വന്നാ. ഓക്കെ ഓക്കെ. ആരായിരുന്നു? എടി സുഭദ്രാന്റി. സുഭദ്രാന്റി? ഏത് സുഭദ്ര? എടി കുമ്പളാമ്പോയികളെ ഞങ്ങളുടെ കുടുംബത്ത് ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിച്ചോണ്ടിരുന്ന സുഭദ്രാന്റിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ? ഹൈദരാബാദിലെ സുഭദ്രാന്റി. കൊച്ചിലായിരുന്നപ്പോ ഒത്തിരി ഗിഫ്റ്റ് തന്ന സുഭദ്രാന്റി ബാലകാച്ചിന് വന്ന്. ആണോ? യു അവിടുന്ന് വന്നില്ലേ? എന്തായാലും കുറഞ്ഞത് 1 മാസമെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ നിർത്തണം. 1 മാസമല്ല, 2 മാസമല്ല, കുറച്ച് നാൾ കഴിഞ്ഞേ ഞാൻ അവരെ വിടത്തുള്ളൂ. കാരണം ഒരു വീട് പോലെ ഞങ്ങൾ സഹകരിച്ചല്ലേ. പക്ഷേ ഞാൻ ഈ വിളിച്ചപ്പോഴേ ഇവര് വരുമെന്ന് ഞാൻ ഓർത്തില്ല. ചുമ്മാ എല്ലാരും വിളിക്കുന്ന കൂട്ടത്തില് പിടിച്ചില്ല. സുഭദ്രാന്റി വരുന്ന കാര്യം പറഞ്ഞൊന്നും പിടിച്ചില്ല കേട്ടോ. പിണങ്ങി അകത്തോട്ട് പോയി. നമുക്ക് ഈ വാക്കിന് വീട്ടിൽ പോവാം. ആരുണ്ടെങ്കിലും അമ്മാവൻ ഇല്ലാത്തതിന്റെ കുറവ് തന്നെ ആയിരിക്കും. വിളിച്ചിട്ട് വരാത്തതിന് ഇപ്പൊ എന്തോ ചെയ്യാൻ പറ്റും. എന്തോ ചെയ്യാൻ പറ്റും. പറഞ്ഞിട്ട് കാര്യമില്ല. നീ ലേഡി പറഞ്ഞ അമ്മാവൻ അലമ്പനാ, കണ്ണി ചോരയില്ലാത്തവനാ. അതുകൊണ്ട് നമുക്ക് സമ്മാനം തന്നുവിടാൻ വാഷിംഗ് മെഷീനും കൊണ്ട് വരുന്നത് പുതിയതാന്ന് തോന്നുന്നു കേട്ടോ. അതൊക്കെ ശരിയാ. പക്ഷെ വാഷിംഗ് മെഷീൻ തരാൻ എന്തിനാ ഷർട്ട് എടുത്തിട്ടേക്കുന്നത്? ഇനി നമ്മൾ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലേക്ക് ഇടുമ്പോ ഷർട്ടില്ലേ നാണക്കേടല്ലേ? ശരി. 2 പേരും ഇതങ്ങോട്ട് സ്വീകരിക്കേ. എന്തോ അമ്മാവ ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഇത്രയും നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ല ടിവിയോ ഫ്രിഡ്ജോ ഒരു മൈക്രോവേവ് ഓവനോ തന്നാ പോരായിരുന്നു. അല്ല, മൈക്രോവേവ് ഓവൻ തന്നാ പോരായിരുന്നോ? ഈ വാഷിംഗ് മെഷീന്റെ വല്ല കാര്യമുണ്ടോ? ഇത് വാഷിംഗ് മെഷീൻ ഒന്നും അല്ല. പിന്നെ എന്റെ 1 മാസത്തെ തുണി വാഷ് ചെയ്യാൻ ഇതിനകത്ത് ഇട്ടേക്കുവാ. എങ്ങോട്ട് പോവാ? ഞാൻ വരുവാ. ഞാൻ 1 മാസം അവിടെ താമസിക്കും. അപ്പൊ ഇവിടെയുള്ള കൃഷിയൊക്കെ കരിഞ്ഞു പോട്ടടി. കാർഷിക വിപണന മേഖല തകരണം. ഇത്രയും പെട്ടെന്ന് ഒരു മനം മാറ്റം നിനക്ക് മനസ്സിലായില്ലയോ? ഇല്ല. ഹൈദരാബാദ് ആന്റി ക്ലൈമാക്സ്. പുരുഷന് കത്തി പച്ചക്ക് കത്തിക്ക് ഞാൻ എനിക്ക് പൊള്ളുകൂടോ.